കഴിച്ചിട്ടുണ്ടെങ്കിൽ മസാല ഉപ്മാവ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ അറിവിൽ ആകെ മസാല ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ മസാല ഉപ്മാവ് കഴിച്ചവർ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് വന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് റവ വറുത്തെടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ, പക്ഷേ നെയ്യുടെ രുചി കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വറുത്തെടുത്തു എന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നും പരിപ്പും കൂടെ ഇടുക. ഈ പരിപ്പിന് പകരം പൊട്ടുകടലയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളിയും കൂടെ ഇടുക കേട്ടോ. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഇടുക. നമ്മുടെ ക്യാരറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറവില്ല ചിക്കൻ മസാലയും മുളക് പൊടിയും ചേർത്തത് കേട്ടോ. നിങ്ങളാവുമ്പോൾ കുറച്ചും കൂടെ മുളക് പൊടിയും ചിക്കൻ മസാലയും ചേർക്കണം, എന്നാലേ രുചി ഒന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇതെൻ്റെ ഉപ്മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കളറ് നല്ല കുറവാണ് കേട്ടോ. പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മസാല നല്ല കുറച്ചത് കേട്ടോ. പിന്നെ നോർമലി നമ്മളെ സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.